നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂയോർക്ക് മലയാളി സ്പോർട്സ് ക്ലബ് 2025 കൈരളി ക്ലബ്ബ് 36ാമത്തെ ടൂർണമെന്റ് ഓഗസ്റ്റ് 9-ന്. ഗ്രേറ്റർ ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം സെപ്റ്റംബർ 6 ശനിയാഴ്ച. DMAയുടെ പൊലിമ 2025 ഒരുക്കങ്ങൾ പൂർത്തിയായി. അമേരിക്കയിലെ ഓണാഘോഷങ്ങൾക്ക് മാറ്റ് ഓഗസ്റ്റ് 9-ന് തിരിതെളിക്കുന്നു. കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് ഡാലസ് 20ാമത് വാർഷികവും സ്തോത്ര ശുശ്രൂഷയും ആഗസ്റ്റ് 8 മുതൽ 10 വരെ. വാർത്തകൾ വിശദമായി. ന്യൂയോർക്കിലെ പ്രമുഖ സ്പോർട്സ് ക്ലബ്ബായ ന്യൂയോർക്ക് മലയാളി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 9, 2025 മൈക്കിൾ ജെ ടൂലി പാർക്ക്, എവർഗ്രീൻ അവന്യൂ, ന്യൂ ഹൈറ്റ് പാർക്ക്, ന്യൂയോർക്കിൽ വെച്ച് 2025 കൈരളി കപ്പിനായുള്ള മത്സരം നടക്കും. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലാഡൽഫിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭ കളിക്കാർ പങ്കെടുക്കും. 40 വയസ്സിന് മുകളിലും താഴെയുമുള്ള കളിക്കാർക്ക് വെവ്വേറെ മത്സരമായിരിക്കും. പങ്കെടുക്കുന്നവർക്ക് ആകർഷണീയമായ ക്യാഷ് അവാർഡുകളാണ് നൽകുക. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് സജി തോമസ്, സെക്രട്ടറി സാക് മത്തായി, ട്രഷറർ ബിജു വർഗീസ്, കോർഡിനേറ്റർ ലിജോ കള്ളിക്കാടൻ, മാത്യു ചേരാവള്ളിൽ എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് മലയാളി. സ്ഥാപിതമായ ഗ്രേറ്റർ ഷിക്കാഗോ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം സെപ്റ്റംബർ 6-ന് ശനിയാഴ്ച ബെൽവുഡ് സീറോ മലബാർ ചർച്ചിൽ നടക്കും. സെപ്റ്റംബർ 6 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഓണാഘോഷത്തിനായി വാദ്യമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി മാവേലി മനനെ എതിരേൽക്കുന്ന ഘോഷയാത്ര, വിഭവസമൃദ്ധമായ ഓണസദ്യ, വിവിധ കലാപരിപാടികൾ, പൊതുസമ്മേളനം എന്നിവയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഓണാഘോഷത്തിലേക്കും പൊതുസമ്മേളനത്തിലേക്കും എല്ലാ മലയാളികളെയും കുടുംബസമേതം ഗ്രേറ്റർ ഷിക്കാഗോ മലയാളി അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. മനോജ് തോമസ് കോട്ടപ്പുറം, മേഴ്സി കുര്യാക്കോസ് എന്നിവർ മുഖ്യ സംഘാടകർ ആയിരിക്കും. ഗ്രേറ്റർ ഷിക്കാഗോയിലെ ഏറ്റവും മികച്ച ഡാൻസ് ഗ്രൂപ്പായ മണവാളൻസ് ഷിക്കാഗോ അവതരിപ്പിക്കുന്ന ഡാൻസ്, തിരുവാതിര, ഗായകരായ അനുജ് ഗോപാലന്റെ ഗാനങ്ങൾ, ചെണ്ടമേളം, ഓണം ഫോട്ടോ സെഷൻ എന്നിവ ഉണ്ടായിരിക്കും. ഓണാഘോഷത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷൻ ലിങ്കിനായി സംഘാടകരെ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് മനോജ് തോമസ്, മേഴ്സി കുര്യാക്കോസ്, പ്രസിഡന്റ് ജിതേഷ് ചുങ്കത്ത്, സെക്രട്ടറി സേവ്യർ ജോൺ എന്നിവരുമായി ബന്ധപ്പെടുക. സെപ്റ്റംബർ 6-ന് നടക്കുന്ന ഓണാഘോഷത്തിന് ശേഷം ഒക്ടോബർ 11-ന് നാഷണൽ ലെവൽ ബാഡ്മിന്റൺ മത്സരങ്ങളും 2026 ഏപ്രിൽ 11 ശനിയാഴ്ച കലാമത്സരങ്ങളും നടത്തുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി. ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ പൊലിമ 2025ന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഇതിന്റെ ഭാഗമാകണമെന്ന് പ്രസിഡന്റ് ബിജു ജോസഫ്, വൈസ് പ്രസിഡന്റ് ദിനേശ് ലക്ഷ്മണൻ, സെക്രട്ടറി നോബിൾ തോമസ്, ജോയിന്റ് സെക്രട്ടറി അശോക് ജോർഡൻ, ട്രഷറർ പ്രവീൺ നായർ, ജോയിന്റ് ട്രഷറർ സഞ്ജു കൊയ്ത്തറ എന്നിവർ അറിയിച്ചു. ഓഗസ്റ്റ് 9 ശനിയാഴ്ച സ്റ്റെർലിംഗ് ഹൈറ്റ്സിലുള്ള ഹെൻറി ഫോർഡ് പെർഫോമൻസ് സെന്ററിൽ വെച്ചാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പാചകകലയുടെ കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 3 തരം പായസവും ബോളിയും ഉൾപ്പെടെ 35ഓളം വിഭവങ്ങളാണ് ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് കേരളത്തിൽ നിന്നും വരുത്തിയ തൂശനിലയിൽ വിളമ്പുന്നത്. അതുകൂടാതെ പതിവ് പോലെ വിഭവസമൃദ്ധമായ കലാസന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഈ വർഷത്തെ ഓണാഘോഷമെന്നും പോയ വർഷങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ ഓണാഘോഷ പരിപാടി മിഷിഗന്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഓണാഘോഷ പരിപാടികളിൽ വെച്ച് ഏറ്റവും വലിയ ഓണമഹാമഹമായിരിക്കും. അതുകൊണ്ട് തന്നെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് പൊലിമ 2025 ചെയർമാൻ സൈജൻ കണിയോടിക്കൽ അറിയിച്ചു. രാവിലെ 11 മുതൽ 5 സ്ലോട്ടുകളിലായി തിരിച്ച് ഗസ്റ്റുകൾക്ക് മുൻകൂട്ടി സദ്യ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഒരാഴ്ച മുൻപ് എല്ലാ സ്ലോട്ടുകളും സോൾഡ് ഔട്ട് ആയതിനെ തുടർന്ന് ഒരു അഡീഷണൽ സ്ലോട്ട് കൂടി ആരംഭിച്ചിട്ടുണ്ടെന്നും ഇനിയും ആരെങ്കിലും സദ്യയിൽ ബുക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണമെന്നും കോച്ചെയർ രാജേഷ് കുട്ടി അഭ്യർത്ഥിച്ചു. അതും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇനി മറ്റൊരു സ്ലോട്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുപോലെ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നവർ അവർക്ക് നൽകിയിരിക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുൻപ് രജിസ്ട്രേഷൻ കൗണ്ടറിലെത്തി അവർക്കുള്ള പാസ് കൈപ്പറ്റേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. രജിസ്റ്റർ ചെയ്ത സമയത്തിന് ശേഷം വരുന്നവർക്ക് ഇരുന്ന് സദ്യ കഴിക്കുവാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാവരും കൃത്യസമയത്ത് തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ എത്തിച്ചേരേണ്ടതാണ്.
400-ൽ പരം വോളണ്ടിയേഴ്സാണ് ഡിട്രോയിറ്റ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികളിൽ സദ്യ വിളമ്പാനുണ്ടായിരിക്കുക. കൂടാതെ വിവിധ ഫോട്ടോ ബൂത്തുകളും പൂക്കളം, മാവേലി അങ്ങനെ ഏറെ ആസ്വാദ്യകരമായ പ്രോഗ്രാമുകളും ഇതിന്റെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഈ നല്ല അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടി എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ വീണ്ടും അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അടുത്ത 2 മാസക്കാലത്തോളം അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടാടുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മലയാളി അസോസിയേഷൻ ഓഫ് ടാബയുടെ ഓണാഘോഷം ഓഗസ്റ്റ് 9-ന് അരങ്ങേറും. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി ക്നാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ ആഘോഷങ്ങൾക്ക് തിരിതെളിയും. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി ക്നാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ ആഘോഷങ്ങൾക്ക് തിരിതെളിയും. വാദ്യമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി മാവേലി മനനെ എതിരേൽക്കുന്ന ഘോഷയാത്ര, സാംസ്കാരിക സാമുദായിക നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, വൈവിധ്യമാർന്ന മികച്ച കലാപരിപാടികൾ എന്നിവയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് ജോൺ കല്ലോലിക്കലിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. IPC കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് വിജയകരമായ 20 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് കൺവെൻഷനും സെമിനാറും സ്തോത്ര ശുശ്രൂഷയും 8, 9, 10 തീയതികളിൽ നടക്കും. ജൂലൈ 31 വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 1 മുതൽ പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. ഇതിന്റെ സമാപനമായിട്ടാണ് കൺവെൻഷനും സെമിനാറും സ്തോത്ര ശുശ്രൂഷയും നടക്കുന്നത്. 2005 ജൂലൈ 31 ആരംഭം കുറിച്ച സഭാപ്രവർത്തനം ആദ്യ വർഷങ്ങളിൽ സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് വക വാടക കെട്ടിടത്തിലാണ് ആരാധനയും മീറ്റിംഗുകളും നടത്തിയിരുന്നത്. ആദ്യ വർഷങ്ങളിൽ തന്നെ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച സഭ 2010-ൽ ഡാളസിലെ പ്രസിദ്ധമായ റിച്ചാർഡ്സൺ സിറ്റിയിൽ ഏതാണ്ട് 3.5 ഏക്കർ സ്ഥലം വാങ്ങി മനോഹരമായ സഭാഹാളും വിശാലമായ ഫെലോഷിപ്പ് സൺഡേ സ്കൂൾ ക്ലാസുകൾക്കുമായി ഒരു കെട്ടിട സമുച്ചയം പണി കഴിക്കുകയും അവിടേക്ക് പ്രവർത്തനങ്ങൾ മാറ്റുകയും ചെയ്തു. സഭ ഡാളസിലെ പ്രമുഖ സ്ഥലത്തായതുകൊണ്ട് പുതിയ കുടുംബങ്ങൾ ആരാധനകളിൽ പങ്കെടുക്കുവാൻ വന്നു. 2020-ൽ സൺഡേ സ്കൂളിനായി 2 നില കെട്ടിടം പണിതു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് സൺഡേ സ്കൂളും ചിൽഡ്രൻസ് ചർച്ച്, യൂത്ത് മീറ്റിംഗുകൾ തുടങ്ങി യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമായുള്ള പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. പ്രഥമ പാസ്റ്റർ വിയപുരം ജോർജ് കുട്ടി, തുടർന്ന് പാസ്റ്റർമാരായ ജോർജ് കുട്ടി, KJ കുര്യാക്കോസ്, റോയ് ആന്റണി, ഡോക്ടർ ജോൺ K മാത്യു തുടങ്ങിയവർ ശുശ്രൂഷകന്മാരായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ സീനിയർ പാസ്റ്റർ തോമസ് യോഹന്നാൻ, അസോസിയേറ്റ് പാസ്റ്റർ ജെയ് ജോൺ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ബ്രദർ ബോബി തോമസ് സെക്രട്ടറിയായും ബ്രദർ സിറിൽ ബെഞ്ചമിൻ ട്രഷററായും പ്രവർത്തിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സമാപന സമ്മേളനത്തിൽ 8-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം പാസ്റ്റർ ലിബിൻ എബ്രഹാം 1 ജനറേഷൻ എവേ എന്ന വിഷയത്തെക്കുറിച്ചും 9-ന് രാവിലെ നടക്കുന്ന ഫാമിലി സെമിനാറിൽ പാസ്റ്റർ എറിക് വുട്ടർ കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ചും വൈകുന്നേരം പാസ്റ്റർ സന്തോഷ് തെരിയൻ പ്രഭാഷണവും നടത്തും. 10-ന് ഞായറാഴ്ച രാവിലെ ആരാധനയും സ്തോത്ര ശുശ്രൂഷയും നടക്കും. വാർഷിക പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് റെജി ആൻഡ് ക്രിസ്റ്റി ജോൺ ദമ്പതികളാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.